എന്നറിയുമോ? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എനിക്ക് 8 വയസ്സുള്ളൊരു പൊന്നുമോളുണ്ടായിരുന്നു നബിയേ. അവളെ ഞാൻ കളിപ്പിക്കാറുണ്ട്, അവളെ ഞാൻ ചിരിപ്പിക്കാറുണ്ട്, അവളെ കൈപിടിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ പിതാവാണ് ഉമർ, പെൺകുട്ടിയുടെ പിതാവാണെന്ന് പറഞ്ഞ് ജനങ്ങൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം വന്നു നബിയേ. ആ കുഞ്ഞുമോളെ കൈപിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് യാത്ര ചെയ്ത് വരാമെന്ന് പറഞ്ഞ് ആ കുഞ്ഞുമോളെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ വീര്യത്തിലുണ്ടായ കുഞ്ഞുമോളുണ്ടല്ലോ, ആ കുഞ്ഞുമോളെ കയ്യും പിടിച്ചുകൊണ്ട് ആരാരുമില്ലാത്ത ജനരഹിതമായ സ്ഥലത്തങ്ങോട്ട് കൊണ്ടുപോയി മഹാനായ ഉമർ റളിയല്ലാഹു കുടിയങ്ങോട്ട് കുടിക്കുകയാ. കുടിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ താടിയിലേക്ക് മണ്ണ് വന്ന് വീഴുമ്പോ ബാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുമോള് മണ്ണെടുത്ത് മാറ്റുകയാണ്. നബിയെ, എന്റെ മകൾക്കറിയില്ല ഉപ്പ എന്തിനായി കുടി കുടിക്കുന്നത്, എന്നെ ഈ കുടിയിൽ താഴ്ത്താനെന്ന് പൊന്നുമോൾ അറിയില്ല. കുടിയങ്ങോട്ട് വലുതായപ്പോ ഞാൻ എന്റെ പൊന്നുമോളെ പിടിച്ച ജീവനോടെ കുടിയിലേക്ക് എറിഞ്ഞു നബിയെ. ആ സമയത്ത് നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമയായ കുഞ്ഞുമോള് വിളിച്ചിരുന്നു നബിയേ, ബാപ്പാ 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 എന്ന് വിളിച്ചപ്പോ ആ വിളി കേൾക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല നബിയെ. അതെന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മാറാത്ത വിഷമമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്, വബിഅയ്യി ദംബിൻ ഖുതിലത്, മോളേ നിന്നെ ഏത് ദോഷമാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹ, ഉമ്മയുടെ കാലിന്റെ കീഴിലാണ്, മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗമെന്ന് പറയുമ്പോ പെണ്ണേ നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് ജന്മം നൽകിയത് പെണ്ണല്ലേ. ആദം നബി അലൈഹിസ്സലാമിനെ മാറ്റിവെച്ചാൽ മറ്റ് സർവ്വ അമ്പിയാക്കൾക്ക് മുർസലീങ്ങൾക്ക് ജീവൻ നൽകിയത് ഗർഭാശയത്തിൽ ചുവന്നത് പെണ്ണല്ലേ. പെണ്ണേ നീ ഒരു ഭാഗ്യവതിയല്ലോ. എത്ര ഔലിയാക്കൾക്ക് ജീവൻ നൽകിയത് പെണ്ണാണ്, സയന്റിസ്റ്റിന് ജീവൻ നൽകിയത് പെണ്ണാണ്, ശാസ്ത്രജ്ഞന് നോവലിസ്റ്റിന് ആർട്ടിസ്റ്റിന് സുന്ദരന് ജീവൻ നൽകിയത് പെണ്ണാണ്. ആ പെണ്ണിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോ ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ ഹഖ്ഖു ബിഹുസ്നി സുഹബ, ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തേണ്ടത് ചോദിച്ചപ്പോ പുണ്യപ്രവാചകർ പറഞ്ഞു, ഒന്ന് നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ് നബിയെ? അപ്പോഴും പ്രവാചകർ പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണെന്ന് പറഞ്ഞപ്പോ ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉമ്മ അബാക, നിന്റെ ഉപ്പയോടാണ്. 2 പ്രാവശ്യം പ്രവാചകർ പറഞ്ഞ നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്. പിന്നെ അവരോടടുത്ത ആളുകളാ. ആ പ്രവാചകർ പഠിപ്പിച്ചില്ലേ, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ, ഓ മുഹാജിരീങ്ങളെ, ഓ അൻസാരിങ്ങളെ, നിങ്ങൾ കേൾക്കണേ. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, ഓ എന്റെ പ്രിയപ്പെട്ട അൻസാരിങ്ങളെ, മുഹാജിരീങ്ങളെ, ആരെങ്കിലും ഉമ്മയേക്കാൾ ശ്രേഷ്ഠത ഭാര്യക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കണം, പക്ഷെ ഉമ്മയെ അകറ്റാൻ പാടില്ല. നിന്നെ 9 മാസക്കാലം വയറ്റിലിട്ട നിന്റെ ഉമ്മ അതൊരു സ്ത്രീയാണ്, എന്തൊക്കെ വേദന സഹിച്ച ഉമ്മയാണ്. ആ ഉമ്മയെ അടിച്ചു പുറത്താക്കുന്ന ആളുകളില്ലേ? എന്റെ
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസത്തെ മലയാള മനോരമ പത്രത്തിലെ ഫസ്റ്റ് പേജിൽ കണ്ടില്ലേ, ആലുവായിലുള്ള 70 വയസ്സുള്ള വയോവൃദ്ധയായ പെണ്ണ് കിടന്നുറങ്ങുന്നത് ആലുവായിലെ പോലീസ് സ്റ്റേഷനിലാണ്. ആ പെണ്ണിന് 9 മക്കളുണ്ട്. ഒന്നല്ല രണ്ടല്ല 9 മക്കളുണ്ട്. 9 മക്കളുണ്ടായിട്ട് ആലുവായിൽ കിടന്നുറങ്ങുന്ന മുസ്ലിം ഉമ്മയുണ്ടല്ലോ, പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ കിടക്കേണ്ടി വന്നപ്പോ ഒരു പെണ്ണിനെ കിട്ടുമ്പോഴേക്കും ഉമ്മയെ മറന്നു പോകുന്നവരില്ലേ, ഉപ്പയെ മറന്നു പോകുന്നവരില്ലേ? എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടാകുമെന്ന് പറയുമ്പോ സ്ത്രീയെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വാലിഹത്തായ പെണ്ണോടാണെന്ന് പറയുമ്പോ എന്റെ വാഴ്ച കേൾക്കുന്ന സഹോദരി, നിനക്കൊരു സ്വാലിഹത്തായ പെണ്ണാകാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാകാൻ കഴിയുമോ? ആയിഷ ബീവിയെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാകാൻ കഴിയുമോ? ഫാത്തിമ ബീവിയെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാകാൻ നിനക്ക് കഴിയുമോ? ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാകാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, നിനക്കറിയുമോ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന സഹോദരിയില്ലേ? എന്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാരെ, എന്റെ നാട്ടിലെ പ്രിയപ്പെട്ട പെങ്ങളോ, നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് വേണ്ടി ഗൾഫിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവില്ലേ? ആ ഭർത്താവ് നിനക്ക് വേണ്ടി നൈറ്റ് ഡ്യൂട്ടിയിലാണ്, എത്ര ദിവസമായി ഉറങ്ങാത്തത്? നിനക്ക് നല്ല വീടുണ്ടാക്കി തന്നില്ലേ? നിനക്ക് നല്ല മെത്തയുണ്ടാക്കി തന്നില്ലേ? നിനക്ക് ശീതീകരിച്ച റൂം തന്നില്ലേ? നിനക്ക് മൊബൈൽ നൽകിയില്ലേ? ആ ഭർത്താവെങ്ങാനും രാത്രി പെണ്ണെ നിനക്ക് ഫോൺ ചെയ്യുമ്പോ നിന്റെ മൊബൈൽ ബിസിയല്ലേ? ചിലപ്പോൾ നീ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിന്റെ പ്രിയപ്പെട്ട കാമുകൻ തന്ന മൊബൈലിലൂടെ നീ നിന്റെ ഭർത്താവിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുമ്പോ 2 മാസം മുമ്പല്ലേ നീലേശ്വരത്തൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്? ആത്മാർത്ഥമായിട്ട് ഭാര്യയെ സ്നേഹിച്ചു. ഒരു സൺഡേ ആണ്, ഒരു ഞായറാഴ്ച ദിവസമാണ്, കച്ചവടമില്ല. ആ ഹോളിഡേ ദിവസത്തിന് വീട്ടിൽ വന്നപ്പോ അവിടെ ഭാര്യയുണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ മനസ്സറിയാതെ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ കാമുകൻ കൊണ്ടുപോയി കൊടുത്ത മൊബൈല് അവൾ ഒളിപ്പിച്ചു വെച്ചത് അരിയുടെ അകത്തായിരുന്നു, ആരും കാണരുത്. പക്ഷെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് എവിടുന്നോ ഇറങ്ങി ശബ്ദം കേൾക്കുന്നു, ഒരു ട്യൂണ് കേൾക്കുന്നു. ഭർത്താവ് പരിധി എവിടെയുമില്ല. അവസാനം നോക്കുമ്പോഴേക്ക് അരിയുടെ അകത്ത് നിന്ന് ട്യൂണ്. സുബ്ഹാനല്ലാഹ്, ഇത് ഏത് റേഷനിൽ നിന്ന് കിട്ടിയ അരിയാണ്? ട്യൂണുള്ള അരി. നോക്കുമ്പോഴേക്ക് പരിചയമില്ലാത്തൊരു മൊബൈലാണ്. ആ ചെറുപ്പക്കാരന്റെ മനസ്സ് പൊട്ടി. പിന്നെ അയാളൊന്നും ചിന്തിച്ചില്ല. പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നത് എന്താണ്? 30 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. പൊറുക്കാൻ കഴിയാത്ത തെറ്റ് ചെയ്യുന്ന സഹോദരി, നീ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു സ്വാലിഹത്തായ പെണ്ണാകാൻ നിനക്ക് കഴിയുമോ? എങ്ങനെ നിനക്ക് നിന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരി, നീ കവലകളിലാണ്, നീ ഷോപ്പിംഗിലാണ്. എന്നിട്ട് നീ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാറ്ററിയുടെ ചാർജ് തീർന്നെന്ന് പറയുമ്പോ, ബാറ്ററി തീർന്നു എന്ന് പറയുമ്പോ നിനക്കറിയുമോ, നീ പിടിക്കുന്ന മൊബൈലിൽ ഭർത്താവിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. പെണ്ണേ, നീ കിടന്നുറങ്ങുന്ന ബെഡില് ഭർത്താവിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. നിന്റെ ശീതീകരിച്ച റൂമില് ഭർത്താവിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. പണ്ട് നിന്റെ വീട്ടിൽ 3 ബാത്റൂമുകളാ പൂട്ടിക്കിടക്കുന്നുള്ളത്. നിന്റെ ഭർത്താവ് ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി അതേ എണ്ണപ്പോടത്ത് എണ്ണുമുറിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട ഗൾഫ് സുഹൃത്തുക്കളുണ്ടല്ലോ, പ്രവാസികളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, തവിക്കുന്ന മരുഭൂമിയിൽ പോയിട്ട് അവസാനം അവർ അധ്വാനിച്ചു കൊണ്ടുവന്നത് കുറെ ഷുഗറും കൊളസ്ട്രോളുമാണെങ്കിൽ 10-40 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സാകുമ്പോഴേക്ക് അവരുടെ ജീവിതം നശിക്കുമ്പോൾ
എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട ഗൾഫുകാരുടെ ഭാര്യമാരോട് ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, നിനക്കൊരു സ്വാലിഹായ പെണ്ണാകാൻ കഴിയുമോ? അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, ഗൾഫ് സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല വീടുണ്ടാക്കിയിട്ട് 1 മാസം മാത്രം കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം മാത്രം നാട്ടിൽ നിന്നിട്ട് ഗൾഫിലേക്ക് പറക്കുമ്പോ ആ പെണ്ണ് ഇടുങ്ങിയ മനസ്സിന്റെ ലോകത്താണുള്ളത്. ആ പെണ്ണ് ഭർത്തൃ വീട്ടിലാണ്. ആ പെണ്ണിന് നീ എയർ കണ്ടീഷണർ റൂം കൊടുത്തു, നല്ല വീട് കൊടുത്തു, സുഖസുന്ദരമായി ഭുജിക്കാനുള്ള ഭക്ഷണം കൊടുത്തത് കൊണ്ട് ഒരു പെണ്ണിന്റെ മനസ്സ് നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് 4ഉം 5ഉം വർഷവും ഗൾഫിൽ പോയി നിൽക്കുമ്പോ പാവപ്പെട്ട ഗൾഫ് സഹോദരിയുടെ മനസ്സറിയാത്തവരില്ലേ? ഏതെങ്കിലും ഗൾഫുകാരന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാമക്കണ്ണുകൊണ്ട് നോക്കുന്ന പുരുഷന്മാരില് അവൻ ഗൾഫുകാരന്റെ ഭാര്യയായതുകൊണ്ട് പെട്ടെന്ന് ആ പെണ്ണിനെ തന്റെ വലയിൽ എടുപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവരില്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. മദീനയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന്, ഭർത്താവ് വിദേശത്തുള്ള ഒരു വീട്ടിൽ നിന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഒരു പെണ്ണ് പാട്ട് പാടുകയാണ്. എന്താണ് പെണ്ണ് പാട്ട് പാടുന്നത് അറിയുമോ? لقد طال هذا الليل واسود جانبه وعرفتني ألا خليل ألاعب. എന്തൊരു ദീർഘമായ രാത്രിയാണിത്. ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ കിടക്കുകയാണല്ലോ. എന്റെ ഭർത്താവ് എന്നെ രമിപ്പിക്കാനില്ലല്ലോ, എന്നെ സന്തോഷിപ്പിക്കാൻ എന്റെ ഭർത്താവില്ലാതെ എങ്ങനെയാണ് ഈ രാത്രി ഞാൻ തള്ളിക്കളയുന്നത്? ആ ഈമാനുള്ള പെണ്ണ് പാടുകയാ, فوالله لولا الله تشاء وعاقبو. ഞാനെങ്ങാനും അല്ലാഹനെ പേടിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ശിക്ഷ ഞാൻ ഭയന്നിട്ടില്ലെങ്കിൽ, ലഹറക മിൻ ഹാദാ സരീരി ജവാനിബു. അന്യപുരുഷനെ വിളിപ്പിച്ചിട്ട് ഞാൻ എന്റെ കട്ടില് ചൊലിപ്പിക്കുമായിരുന്നുവെന്ന് ഒരു പാവപ്പെട്ട പ്രവാസിയുടെ ഭാര്യ വീട്ടിന്റെ അകത്ത് വെച്ച് പാട്ട് പാടുന്നത്. 2 മണി 3 മണി സമയത്ത് രാത്രി പാട്ട് കേട്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉടനെ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് തന്റെ മകളോട് ചോദിക്കുന്നു, പൊന്നുമോളെ, ഒരു പെണ്ണിന് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയും? ഭർത്താവുമായി ബന്ധപ്പെടാതെ ഒരു പെണ്ണിന് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറയുകയാണ്, റളിയല്ലാഹുവിന്റെ മോള് പറയുകയാണ്, ഹഫ്സാ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, എന്താണ് ബാപ്പ ചോദിക്കുന്നത്? നാണം കുടുങ്ങിയിട്ട് ഹഫ്സാ റളിയല്ലാഹു പകയോട് ഇങ്ങനെ കാണിച്ചു. 4 ദിവസമാണോ? അല്ല, 4 മാസത്തിൽ കൂടുതൽ ഒരു പെണ്ണിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലാന്ന് അന്ന് തഖ്വയുള്ള ലോകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 4 ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊടുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന ലോകത്ത് ജീവിക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു അന്നേത്തെ പട്ടാളക്കാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു പട്ടാളക്കാരന്റെ ഭാര്യയായിരുന്നു. പട്ടാളക്കാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, 4 മാസമായി കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകണോ? എന്റെ പ്രിയപ്പെട്ടവര്, കുടുംബത്തിനെ ഓർത്തുകൊണ്ട് 4ഉം 5ഉം വർഷം ഗൾഫിൽ താമസിക്കുമ്പോ ഭാര്യയെ ചിന്തയില്ലാത്ത ഗൾഫുകാര, ഭാര്യക്ക് ഫോൺ ചെയ്യാത്ത ഗൾഫുകാര, അവളോട് സുഖവിവരം ചോദിക്കാത്ത ഗൾഫുകാര, അവളെങ്ങാനും തെറ്റ് ചെയ്താൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദി നീയാണ്. നിനക്ക് പെണ്ണിനെ സ്നേഹിക്കാൻ നീ പഠിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയോടൊരു സന്തോഷത്തിന്റെ വാക്ക് പറയാൻ
ഇന്ന് കഴിയുന്നുണ്ടോ? പെണ്ണിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഏത് വരെയെന്നറിയുമോ? ഒരാണും പെണ്ണും, അവിടെ ആണും പെണ്ണും ബെഡ്റൂമിലാണ്, ഭാര്യയും ഭർത്താവും ബെഡ്റൂമിലാണ്. ജീവിതത്തിലെ നൂറുകണക്കിന് വരുന്ന മധുര മനോഹര സ്വപ്നങ്ങൾ അകമ്പടി സേവിച്ചുകൊണ്ട് അവർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരു പെണ്ണിനോട് പ്രമുഖമായി ചെയ്യേണ്ട കാര്യം ചെയ്യാതെ, അവളെ തലോടാതെ, അവളോട് തമാശ പറയാതെ, അവളുടെ വികാരത്തെ ഉത്തേജിപ്പിക്കാതെ ഏതെങ്കിലും പുരുഷൻ ഭാര്യയുമായി ബന്ധപ്പെട്ട് അവന്റെ കാര്യം കഴിഞ്ഞാൽ പെണ്ണിന്റെ വികാരം മൂർധന്യാവസ്ഥയിലെത്തുമ്പോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ നിന്റെ വികാരം ശമിപ്പിച്ച് മറഞ്ഞു കിടന്നാൽ, പെണ്ണിനെ മൈൻഡ് ചെയ്യാതെ നീ കടന്നാൽ, നാളെ അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യപ്പെടോ. പെണ്ണിന്റെ വികാരം തീർത്തു കൊടുത്തില്ലെങ്കിൽ അല്ലാഹു നിന്നോട് നാളെ ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ നിന്റെ വികാരം മാത്രം ശമിപ്പിക്കാനുള്ള ഒരു വികാര സന്ത്രമല്ല, ഒരു വികാര യന്ത്രമല്ല പെണ്ണെന്ന് മനസ്സിലാക്കണോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിനെ ഞാൻ അനുസരിക്കേണ്ടവളാണ്. കണ്ടില്ലേ നിങ്ങള്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു സ്വഹാബി വിദേശത്ത് പോവുകയാ. ആ സമയത്ത് തന്റെ ഭാര്യയോട് പറഞ്ഞു, നീ വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല, നീ എവിടെയും പോകാൻ പാടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ പെണ്ണിന്റെ പിതാവ് രോഗത്തിലായി എന്ന് പറഞ്ഞാൽ എവിടെയാ? അങ്ങ് ലോകല്ല. പിന്നെ ആ വീട്ടിന്റെ മുകളിലത്തെ തട്ടിലാണ് ഈ പെണ്ണ് താമസിക്കുന്നത്. ആ വീട്ടിന്റെ താഴെയാണ് പിതാവ് രോഗത്തിൽ കഴിയുന്നത്. ഉപ്പാക്ക് രോഗം പിടിച്ച് എന്ത് ചെയ്യാനാണ്? ഒന്ന് താഴെ ഇറങ്ങിയാൽ മതി. പക്ഷെ ഭർത്താവ് പറഞ്ഞെവിടെയും പോകാൻ പാടില്ല എന്ന്. റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ആളയച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ പിതാവ് രോഗത്തിലാണ് നബിയേ, അതുകൊണ്ട് എന്റെ ഉപ്പാന്റെ രോഗം സന്ദർശിക്കാൻ എനിക്ക് അനുവാദമുണ്ട് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? പെണ്ണേ, നീ നിന്റെ ഭർത്താവിന്റെ വഴിപ്പെടണം എന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോ പിതാവ് മരണപ്പെട്ടു പോയി. ജനങ്ങളെ വീട്ടിൽ കൂടാൻ തുടങ്ങി, കുളിപ്പിക്കാൻ തുടങ്ങി, കഫൻ ചെയ്യാൻ തുടങ്ങി. ഒരു മകള് മാത്രം വന്നിട്ടില്ല. അങ്ങ് അകലെ നിന്നല്ല, കിലോമീറ്റർ അപ്പുറത്ത് നിന്നല്ല. വീട്ടിന്റെ മുകളിലുള്ള പെണ്ണ് താഴെ ഇറങ്ങുന്നില്ല. വീണ്ടും റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആളയച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവ് എന്നോട് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ എന്റെ ഉപ്പ മരിച്ചുപോയി നബിയേ, അതുകൊണ്ട് എന്റെ ഉപ്പാന്റെ മയ്യത്ത് സന്ദർശിക്കാൻ എനിക്ക് അനുവാദമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭർത്താവിന് വഴിപ്പെടുക. ആ പെണ്ണുപ്പാന്റെ മയ്യത്ത് നോക്കിയില്ല. ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്തതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ശ്മശാനത്തിൽ വെച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുകയാണ്. ഓ സമൂഹമേ, നിങ്ങൾക്കറിയുമോ, ഒരു പെണ്ണ് ഭർത്താവിന് വഴിപ്പെട്ടത് കൊണ്ട് ആ പെണ്ണിന്റെ ഭർത്താവിന് വഴിപ്പെട്ടത് കൊണ്ട് ഈ മയ്യത്തിന്റെ സർവദോഷങ്ങളോ അല്ലാഹു പുറത്തിരിക്കുന്നു. ശഫീഉനാ റസൂലുള്ളാഹി. ഉപ്പ മരിച്ചാൽ പോലും ഭർത്താവ് പോകരുതെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമം. നമ്മൾ ആലോചിച്ചു. അത്രമാത്രം അനുസരിക്കുന്ന ഒരു പെണ്ണാകണമെന്ന് പറയുമ്പോ ഇന്നിന്റെ പെണ്ണോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രേമത്തിന്റെ ലോകത്താണ്, കാമത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സ്വന്തം ഉപ്പയും ഉമ്മയും ആങ്ങളയും ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരേ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ സ്വന്തം പിതാവിന്റെ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് മൊബൈലിലൂടെ കാമുകന് മെസ്സേജ് ചെയ്യുന്ന പെണ്ണേ, കാനന ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ,
പാടില്ല പാടില്ല നമ്മെ തമ്മിൽ പടേമാറൊന്നൊന്നും ചെയ്തുകൂടാ. പണ്ടത്തെ പാട്ട് അങ്ങനെയായിരുന്നു. നമ്മൾ ആലോചിക്കണം. കാമുകി കാമുകനോട് പറഞ്ഞു ഞാനും വരട്ടെ ആട് മേയ്ക്കാൻ വേണ്ടി, വരാൻ പാടില്ല, സമയമായിട്ടില്ല. ഇന്നോ എന്തൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? 18 വർഷക്കാലം സ്വന്തം ഉപ്പയും ഉമ്മയും പോറ്റി വളർത്തിയ പെണ്ണ് 2 മാസത്തെ പ്രേമം കൊണ്ട് 18 കാലം വളർത്തിയ ഉപ്പയെയും ഉമ്മയെയും മറന്നു പോകുന്ന പെണ്ണെ, നീ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കോടതിയുടെ വരാന്തയിൽ വെച്ചുകൊണ്ട് ഉപ്പാന്റെ മുഖം നോക്കിയിട്ട് പറയുകയാണ്, നിന്നെ എനിക്ക് വേണ്ട. ഉമ്മാന്റെ മുഖം നോക്കിയിട്ട് നിനക്കെങ്ങനെ പറയാൻ കഴിയും? പെണ്ണേ, നിനക്ക് വേണ്ടി എത്ര രാത്രികളാ ഉറപ്പൊടിഞ്ഞത്. നീ പൊട്ടിക്കഴിഞ്ഞ് കാവപ്പൊടിക്കുമ്പോ മധുരമാർന്ന വെളുത്ത അമ്മഞ്ഞിക്കാറ് നൽകിയ ഉമ്മ ഉണ്ടല്ലോ, നിനക്ക് വേണ്ടി ഉറക്കൊടിഞ്ഞ ഉമ്മയുണ്ടല്ലോ. നിനക്ക് തലവേദന എന്ന് പറയുമ്പോ മംഗലാപുരത്തേക്ക് എടുത്തുകൊണ്ടുപോയ നിന്റെ സ്വന്തം ഉമ്മ 18 വർഷം വരെ 18 വർഷം വരെ നിന്നെ പോറ്റിയ നിന്റെ ഉമ്മ ഉണ്ടല്ലോ. 2 മാസത്തെ പ്രേമത്തിന്റെ മുകളില് പെണ്ണേ, നീ നിന്റെ ഉമ്മോടെ മറന്നു കളയുമ്പോ ഒരു സാലിഹത്തായ പെണ്ണാകാൻ തയ്യാറാകുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, വളർന്നു വരുന്ന നമ്മുടെ സഹോദരിമാരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. +1 പഠിക്കുന്ന സഹോദരി, +2 പഠിക്കുന്ന സഹോദരി, 10ാം ക്ലാസ് പഠിക്കുന്ന സഹോദരി, ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, വടക്കാഞ്ചേരിയിലെ SSLC പഠിക്കുന്ന പെൺകുട്ടിയുമായി കൊണ്ട് ഒരു മൊബൈൽ ഷോപ്പ് ഉടമ ആ പെണ്ണുമായി കൊണ്ട് നാട് വിട്ടു. ഏർവാടിക്ക് തൊട്ടടുത്ത് ഒടുത്തിൽ വെച്ച് പിടിക്കപ്പെട്ടു. എന്താണുണ്ടായ സംഭവം? പ്രേമം നടിച്ചതായിരുന്നു, കാമം നടിച്ചതായിരുന്നു. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങള് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്തിനീ 10ാം ക്ലാസ് പഠിക്കുന്ന പെണ്ണിന് ക്യാമറ മൊബൈല്, ഗാലക്സി മൊബൈല് യാതൊരു ഒഴുക്കുമില്ലാതെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരസ്യമായി ഫോൺ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി എവിടെ എത്തി ഈ കാലം എന്നറിയുമോ? നിങ്ങൾക്ക് എവിടെ എത്തി എന്നറിയുമോ? പെണ്ണ മക്കളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീരെ ശ്രദ്ധിക്കൂല. ഇവിടെ എത്തി ഗൾഫിൽ നല്ല മൊബൈലാണ്, എന്റെ മകൾ നല്ല ഡ്രസ്സ്, നല്ല മൊബൈൽ, ആളെ ഇടയിൽ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല അല്ലേ? എന്നിട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, 3 മണി സമയത്ത് നമ്മുടെ സഹോദരിമാർ കിടന്നുറങ്ങാറില്ല, നിസ്കരിക്കാറില്ല, അല്ലാതെ പൊട്ടിക്കറിയാറില്ല. പല കുട്ടികളും സ്കൂളിൽ തൂങ്ങി ഉറങ്ങുന്നു എന്ന പരാതിയാണ്. എന്തേ രാത്രി ഉറങ്ങിയിട്ടില്ലേ ചോദിക്കുമ്പോൾ ഉപ്പ പറയുന്നു ഉറങ്ങാറുണ്ട്, ഉമ്മ പറയുന്നു ഉറങ്ങാറുണ്ട്. പിന്നെ എന്താ 3 മണി സമയത്ത് എന്റെ പ്രിയപ്പെട്ടവര് നൈറ്റ് കോൾ ഓഫർ ഉണ്ടല്ലോ, രാത്രി സമയത്തുള്ള രാത്രി കാലങ്ങളിലുള്ള ഓഫർ ഉപയോഗിച്ചുകൊണ്ട് അതേ തന്റെ കാമുകനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തകർന്നടിയുന്നത് കുടുംബമല്ലേ? എന്തിനധികം പറയുന്ന എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, ഇസ്ലാം പെണ്ണിന് അത് അംഗീകാരം നൽകിയപ്പോ പെണ്ണെ നീ റസൂലുള്ളാഹിനെ മറന്നു കളയുകയാ, നീ ദീനെ മറന്നു കളയുകയാ. കണ്ടില്ലേ 60 വയസ്സുള്ള സഹോദരിമാര് പോലും ഉമ്മമാര് പോലും പറയുന്നു എനിക്ക് ക്യാമറ മൊബൈല് വേണം. എവിടെ എത്തി? ഗൾഫിലേക്ക് ഫോൺ ചെയ്ത് മോനെ നല്ലൊരു മൊബൈൽ കൊടുത്തേക്കണം ഉമ്മമാരിൽ നിന്ന് കരുതിയിട്ട് അവർ സാധാരണ ഫോൺ കൊടുത്തേച്ചു. നല്ല സന്തോഷത്തോടെ മകന് വിളിച്ചു, ഉമ്മ എങ്ങനെയുണ്ട് ഫോണ്? പ്രതികരണമില്ല. കാരണം ഉമ്മ ഉദ്ദേശിച്ച മൊബൈൽ ഇതല്ല. നമ്മൾ ആലോചിക്കണമെന്നുണ്ട് പ്രിയപ്പെട്ട, ഞാൻ വെറുതെ പറയല്ല. പിന്നെന്താ ഈ പാവപ്പെട്ട മുഹമ്മദ് MTSന്റെ മൊബൈലാണ് പിടിക്കുന്നത്? ഉമ്മ പറഞ്ഞു ക്യാമറ മൊബൈൽ വേണം. തന്റെ മകന്റെ വീട്ടിന്റെ ചാരുകസാരയിൽ സിറ്റോട്ടിലിരുന്നുകൊണ്ട് തനിക്കും ഒന്ന് ഫോട്ടോ എടുക്കണം, തനിക്കും ഒന്ന് പാട്ടുകൾ. എവിടെ എത്തി? 60 വയസ്സുള്ള സഹോദരിമാരുടെ മൊബൈലിലേക്കുള്ള പാട്ടുകൾ നിങ്ങൾ കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവർ. 60കാരന്റെ മൊബൈലിൽ പോലും നിങ്ങൾ ആലോചിക്കണം. ഈ അടുത്ത് ഒരു 2 കൊല്ലം മുമ്പ് ഒരു 60കാരന്റെ മൊബൈലിൽ ഫോൺ വിളിച്ചു, ഒരാവശ്യത്തിന് വേണ്ടിയാണ്. അന്നേരം അയാളെ മൊബൈലിൽ നിന്ന് പാടിയ ഉസ്താദ് അതൊക്കെ ഔട്ടേ ഫാഷന. കാലം എത്ര കഴിഞ്ഞ പാട്ടൊക്കെ പോയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്. ഒരു 30
വയസ്സുകാരന്റെ മൊബൈലിൽ കേട്ടെങ്കിൽ അവൻ 30 വയസ്സായതുകൊണ്ട് കയറ്റിപ്പോയതായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കായിരുന്നു. 60 വയസ്സുകാരനൊക്കെ ഞാൻ ഇപ്പോഴാണ് എനിക്കൊക്കെ തോന്നുന്നു ഞാൻ കിട്ടിയ പെണ്ണിന് സൗന്ദര്യം കുറവാണ് എന്ന് ആലോചിച്ചു. എവിടെ എത്തി പ്രിയപ്പെട്ടവര്? 60 വയസ്സുള്ള ഉമ്മമാരൊക്കെ മൊബൈൽ ഷോപ്പിലേക്ക് പോവുകയാണ്. എന്തിനാണെന്നറിയോ? എന്തിനാണ്? ഗാലക്സി മൊബൈല് വാങ്ങിയിട്ട് പോവുകയാണ് ചിപ്പിന് വേണ്ടിയിട്ട്. പുതിയ ചിപ്പ് കയറ്റി പാട്ട്. പക്ഷെ ചിപ്പ് എന്ന് പറയാൻ അറിയുന്നില്ല. കാരണം എന്താ? പല്ല് കൊഞ്ഞിരിക്കുന്നു. ഷിപ്പ് ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഷിപ്പ്. എന്റെ പ്രിയപ്പെട്ട നമ്മൾ ആലോചിക്കണം എവിടെ എത്തിയെന്നറിയോ? എവിടെ എത്തിയത് കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു സ്വാലിഹത്തായ പെണ്ണാകാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയല്ല. ചരിത്രത്തിന്റെ താള് നിങ്ങൾ മറിച്ചു നോക്കുമോ? ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് നിന്നെ കൊണ്ടുപോകുമ്പോ എന്തിനീ ബ്യൂട്ടീഷ്യന്റെ മുമ്പിൽ നമ്മുടെ മക്കളെ നമ്മൾ നിവർത്തി നടത്തുന്നത്? ആലോചിക്കണം. കല്യാണത്തിന്റെ രാത്രിയില് വീട്ടിലേക്ക് കടന്നു വരുന്ന ബ്യൂട്ടീഷ്യൻ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവന്റെ മുമ്പിൽ ശരീരം മുഴുവനും പ്രദർശിപ്പിക്കാൻ അവസരം കൊടുക്കുന്ന പ്രിയപ്പെട്ട പിതാവേ, നിനക്കാണത്തമുണ്ടോ? മോവിക്കാരന്റെ മുമ്പില് നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ബ്യൂട്ടീഷ്യൻ 1 മണിക്കൂർ 2 മണിക്കൂർ അവൾ അണിയിച്ചൊരുക്കുകയാണ്. ആരുമില്ല റൂമില്. എന്തൊരു താന്തോ നിവാസാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന കുറെ ബോയ് ഫ്രണ്ട്സുകള്, ഗേൾ ഫ്രണ്ട്സിന്റെയും ബോയ് ഫ്രണ്ട്സിന്റെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ മനസ്സിലാക്കണം. എന്താ ഈ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ വന്നത്? സ്വന്തം മാങ്ങളെ പങ്ങളോട് തമാശ പറയാറില്ല. വീട്ടിലെത്തിയാല് ഒന്നുമില്ല, ഒരു കണക്ഷനും ഇല്ല, ഒരു ബന്ധമില്ല. അന്നേരം അവൾക്ക് തോന്നുന്ന ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ലതാ. ആങ്ങളയോട് പെങ്ങളൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ലാത്ത ജീവിതം. അങ്ങനെയാ ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടൊക്കെ വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ആരായത്? ബോയ് ഫ്രണ്ടുകളാ. അടുത്തടുത്തിരുന്നു. എന്നിട്ട് ഫോട്ടോ എടുക്കും. നാണോ ഇല്ലാത്ത അവരൊക്കെ തെങ്ങിന് കെട്ടി അടിക്കണം. എന്തുപ്പയാണ്? സ്വന്തം മക്കളുടെ പച്ചയായ ശരീരത്തിന്റെ മുമ്പിൽ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചീഞ്ഞു നാറുന്ന യൂറോപ്യൻ സംസ്കാരത്തെ വാരിപ്പുറന്നുകൊണ്ട് തൊട്ടടുത്ത് നിർത്തിച്ച് ഫോട്ടോ എടുക്കുകയാണ്. എന്തൊക്കെ ഫോട്ടോ എടുത്ത് ആകാശം എണ്ണി വീഴുമെന്ന് ചോദിക്കുന്ന ആളുകൾ, നാണോ ഇല്ലാത്തവൻ. എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് കേക്ക് കടിക്കുകയാണ്. എന്നിട്ട് പെണ്ണിന് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. ഉപ്പയല്ല, ആങ്ങളയല്ല, കാരണവരല്ല. വ്യഭിചാരത്തിന്റെ സകല സീമകളോ തുറന്നു വെക്കുന്ന പെണ്ണ്, നിനക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ആരായിരുന്നു? ഫാത്തിമ ബീവി ആരായിരുന്നെന്നറിയുമോ? ഐശ്വര്യ റായിയുടെ പാട്ട് കേൾക്കുന്നവരെ, അവിടെ ശരീരത്തിന്റെ പിന്നിലോടുന്നവരെ, നഗ്നത കാണിക്കുന്ന സാനിയ മിർസയുടെ പിന്നിലോടുന്ന സഹോദരി, നിനക്കറിയുമോ ആരാണ് ഫാത്തിമ ബീവി എന്ന്? നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് മലക്ക് വിളിച്ചു പറയില്ലേ, യാ അഹ്ലൽ ജന്ന, ഓ മഹ്ശറയിലെ നിവാസികളെ, നിങ്ങളുടെ കണ്ണ് നിങ്ങൾ ചിമ്മുക, നിങ്ങൾ മാറി നിൽക്കുക. എന്തിനാണ് മഹ്ശറയിൽ വെച്ചുകൊണ്ട് മാറി നിൽക്കാൻ പറയുന്നത്? ഫാത്തിമത ബിന്ത മുഹമ്മദ്, റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ ഫാത്തിമ കടന്നു വരുന്നുണ്ട്. തജൂസു അലസ്സിറാത്തി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാൻ റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് മഹ്ശറ നിവാസികളെ, നിങ്ങൾ മാറി നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾക്ക് വേണ്ടി മലക്കുകൾ സംസാരിക്കുമ്പോ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ, റസൂലുള്ളാഹിന്റെ സ്നേഹവാചനമാണ്. ആയിഷ ബീവി പറയാറുണ്ടായിരുന്നു, റസൂലിന്റെ അതേ നടത്തം, റസൂലിന്റെ അതേ ഇരുത്തം ഫാത്തിമ എങ്ങാനും കടന്നു വന്നാൽ റസൂൽ എഴുന്നേൽക്കുമായിരുന്നു. എന്നിട്ട് ഫാത്തിമയുടെ നെറ്റിത്തടം ചുംബിക്കുമായിരുന്നു. ആ റസൂലുള്ളാഹി തങ്ങള് അലിയാർ തങ്ങള് കല്യാണം കഴിച്ച ദിവസം വീട്ടിലെ റസൂലുള്ളാഹിനെ കാണുന്നില്ല. അലിയാർ വീട് തുറന്നു നോക്കുമ്പോൾ, വാതിൽ തുറന്നു നോക്കുമ്പോ പുറത്ത് നീലാകാശത്തിന്റെ മാറിടത്തിൽ പുഞ്ചിരിക്കുന്ന ഒരു അമ്മിളി അമ്മാവനെ പോലെ ഒരു പ്രശോഭിതമായ മുഖത്തിന്റെ ഉടമയെ കാണുകയാണ്. ആരാണിത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ റസൂല് എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നബിയെ? ആ സമയത്ത് റസൂല് പറഞ്ഞതെന്താ? എന്റെ മോളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കല്യാണം കഴിച്ചു കൊണ്ടുപോയ ആദ്യ രാത്രി തന്നെ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അലിയാറ് തങ്ങളെ മറ്റൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ലേ? ഈ വിവരം റസൂൽ അറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? അലിയേ, ഫാത്തിമാന്റെ തലാഖ് തന്നിട്ട് മതി മറ്റൊരു കല്യാണമെന്ന് അത്രയും ഫാത്തിമ ബീവിയെ സ്നേഹിച്ച റസൂൽ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, അലിയേ, ഞാനാണ് ആദ്യം മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അങ്ങ് കുളിപ്പിക്കണം വലിയേ, അങ്ങ് കഫൻ ചെയ്യണം വലിയേ. എന്നെ കഫൻ ചെയ്യുന്ന സമയത്ത് ടൈറ്റുള്ള കഫൻ മുടയിലെന്ന കഫൻ ചെയ്യുന്ന അലിയേ, ഇന്ന് വരെ എന്റെ ശരീരം ഒരാളും കണ്ടിട്ടില്ല, എന്റെ ശരീരത്തിന്റെ ആകൃതി കണ്ടിട്ടില്ല. അതുകൊണ്ട് അലിയേ, എന്റെ ശരീരം മറക്കുമ്പോ അലിയെ ലൂസുള്ള വിശാലമുള്ള കഫംപുടയിൽ എന്റെ മയ്യത്ത് മറവ് ചെയ്യണേ എന്ന് പറഞ്ഞ മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? യാ ഫാത്തിമ അൻഖുദീ നഫ്സകി മിനന്നാർ. ഫാത്തിമ, നീ നിന്റെ ശരീരം നരകത്തെ തൊട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ചരിത്രത്തിന്റെ താളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചൊരുപാട് ഫാത്തിമമാരുണ്ട്. ആരാടാ ഫാത്തിമമാരെന്നല്ലേ എന്റെ പ്രഭാഷണം ഞാൻ ദീർഘിപ്പിക്കില്ല. നിങ്ങൾക്കറിയുമോ? ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സഹോദരിയായ ഫാത്തിമ. ഖത്താബിന്റെ ഖുർആൻ ക്ലാസിൽ നിന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ ആയത്തുകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമർ വാളമെടുത്ത് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരിപ്പിടിച്ച വാളമായി ഉമർ പോകുമ്പോ ഉമറിനോട് ചോദിച്ചില്ലേ, ഉമറേ എങ്ങോട്ടാണ് പോകുന്നത്? മുഹമ്മദിന്റെ തലയെടുക്കാനാ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഉമറേ, നിനക്കറിയുമോ നിന്റെ സഹോദരി ഇസ്ലാമിലേക്ക് കടന്നിട്ടുണ്ട്, നിന്റെ ഇതാ സഹോദരി ഭർത്താവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അത്ഭുതപ്പെടുകയാണ്. ശിലായുഗത്തിലെ മനസ്സുമായി കൊച്ചുവനങ്ങളെ പോലെ താടിയും മുടിയും നീട്ടിക്കൊണ്ട് ഉമർ റളിയല്ലാഹു കടന്നു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളടുക്കലേക്ക്. ആ തടംപിച്ച കരമുണ്ടല്ലോ, പാറകൾ മറിച്ച കരമുണ്ടല്ലോ, മൺചട്ടിയെടുത്ത കരമുണ്ടല്ലോ, വടാലി പിടിച്ച കരമുണ്ടല്ലോ, ആ കരം കൊണ്ട് നിർമ്മലമായ സഹോദരന്റെ മുഖത്തടിച്ചില്ലേ, രക്തം വാർന്നൊഴുകിയില്ലേ? ആ സമയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടുത്തെ സഹോദരി ഫാത്തിമ പറഞ്ഞതെന്താണ്? ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തല്ലിക്കൊള്ള, പക്ഷേ ഈ ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ചരിത്രത്തിൽ അത്ഭുതം കുറിച്ച രണ്ടാമത്തെ ഫാത്തിമ, മൂന്നാമത്തെ ഫാത്തിമ ഏതാണെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമയാണ്. അബ്ദുൽ മാലിക്കിന്റെ പൊന്നുമോള് ഫാത്തിമ, കോടീശ്വരനായ അബ്ദുൽ മാലിക്കിന്റെ പൊന്നുമോള് ഫാത്തിമ ഫഖീറായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കൂടെ ജീവിക്കുമ്പോ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജീവിതത്തിന് കോട്ടം വരുത്താതെ അവസാനം ഫഖീറായി ജീവിച്ച ഫാത്തിമയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഫാത്തിമ ആരാണെന്നറിയുമോ? ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ അബ്ദുള്ളയുടെ പൊന്നുമോള് 15 വയസ്സുള്ള ഫാത്തിമയാണ്. ട്രിപ്പോളിയൻ മണൽത്തരികളെ ഇടം കൊണ്ട് ചഞ്ചാവ് പണിയിച്ച ഫാത്തിമ, കുരിശിന്റെ മടകള് ലുബൈയിലെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ വന്നുകൊണ്ട് മുസൽമാന്റെ ചങ്കെടുത്തപ്പോ, മുസൽമാന്റെ ശരീരത്തിൽ നിന്ന് ചോരയെടുത്തപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കള് ലിബിയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ വന്നിട്ട് ആയിരക്കണക്കിന് മുസൽമാന്റെ തലയോടെടുത്തപ്പോ കണ്ടു നിൽക്കാൻ കഴിയാത്ത അതേ 15 വയസ്സുള്ള
അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട പൊന്നുമോള്, യുവത്വം തുളമ്പി നിൽക്കുന്ന പൊന്നുമോ, സൗന്ദര്യം പൂത്തുലഞ്ഞു നിൽക്കുന്ന പൊന്നുമോള്, മുസൽമാന്റെ ശരീരത്തിൽ നിന്ന് ചോര പോകുന്നത് കാണുമ്പോൾ സഹിച്ചു നിൽക്കാൻ കഴിയാത്ത അബ്ദുള്ളയുടെ 15 വയസ്സുള്ള പൊന്നുമോള് കയ്യിൽ കിട്ടിയ വാളുമായി കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് കടന്നപ്പോ, ഇല്ല ഇസ്ലാമിന്റെ മക്കളെ തൊടാറില്ലാതെ പറയുമ്പോ ആ 15 വയസ്സുള്ള പൊന്നുമോളുടെ ശരീരം വലിച്ചെറിഞ്ഞില്ലേ? ആ പൊന്നുമോളുടെ ശരീരത്തിലേക്ക് വടിയുണ്ട വന്നില്ലേ? ആ ശരീരം തുടച്ചു കഴിയില്ലേ? ആ കൊള്ളയുടെ പൊന്നുമോള് ട്രിപ്പോളിയൻ മണൽത്തരികളെ ചഞ്ചായ മണിയിച്ചുകൊണ്ട് വീണപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാമ ഇഖ്ബാൽ പറയുകയുണ്ടായി, പ്രവാചക സ്നേഹിയായ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞില്ലേ, രാത്രിയിൽ ഞാനാ 15 വയസ്സുള്ള പൊന്നുമോളെ ഓർത്തിട്ടാ കടന്നത്. ആ 15 വയസ്സുള്ള പൊന്നുമോള്, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ മില്ലത്തിനെ സഹായിക്കാൻ എന്നും ഫർദന്തകത്ത് സഹോദരിമാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയ അല്ലാമ ഇഖ്ബാലിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുന്നത് പോലെ, പുണ്യപ്രവാചകരെ കാണുന്നത് പോലെ ഇഖ്ബാലോട് പ്രവാചകർ ചോദിച്ചുവത്രേ, അല്ലയോ ഇഖ്ബാൽ, എന്താണ് എനിക്ക് കൊണ്ടുവന്നത് ഇഖ്ബാൽ? അതേ, കാഴ്ചയായി, തിരുമുൾ കാഴ്ചയായി എനിക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് പറഞ്ഞപ്പോ ഇഖ്ബാൽ പറഞ്ഞു, നബിയേ, അങ്ങക്ക് സമർപ്പിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, അങ്ങക്ക് സമർപ്പിക്കാൻ ഇതാ എന്റെ കയ്യിൽ 15 വയസ്സുള്ള ട്രിപ്പോളിയൻ മണൽത്തരികളെ നിടം കൊണ്ട് ചഞ്ചാരി പണിയിച്ച 15 വയസ്സുകാരിയായ പൊന്നുമോളുടെ ചോരയാണ് നബിയെ എന്റെ ഈ കയ്യിലുള്ളത്. അതുകൊണ്ട് നബിയെ സ്വീകരിച്ചാലും നബിയേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരേ, അതുകൊണ്ടൊരു സാലിഹത്തായ പെണ്ണാകാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ലാ തദ്ഖുലൂ അലൽ മുഗയ്യബാ, ഭർത്താക്കന്മാര് വീട്ടിലില്ലാത്ത വിദേശത്തുള്ള ഭർത്താക്കന്മാര്, വിദേശത്തുള്ളവരുടെ ഭാര്യമാര്, പ്രവാസികളുടെ ഭാര്യമാരടുത്ത് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ലാതെ 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ സഹോദരി, നീ റബ്ബിലേക്ക് അടുക്കുമ്പോ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിനക്കെന്ത് ഒരു 100 സ്വലാത്ത് ചൊല്ലിക്കൂടെ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നിനക്ക് സ്നേഹിച്ചുകൂടെ? അതുകൊണ്ട് സഹോദരി, നിന്റെ വീട്ടിലേക്ക് വരുന്ന മാഗസിനുകളുണ്ടല്ലോ, നിന്റെ വീട്ടിലേക്ക് വരുന്ന ഫാമിലി മാഗസിൻ ഉണ്ടല്ലോ, മാസികകളുണ്ടല്ലോ, ഏത് മാസികയാ നീ തെരഞ്ഞെടുക്കുന്നത്? സെക്സിന്റെ മാസികകളാണ്. നിന്റെ മൊബൈലിൽ സെക്സാണ്, നിന്റെ വീട്ടിൽ സെക്സാണ്, നിന്റെ മനസ്സിന്റെ അകത്ത് സെക്സാണ്. കന്യകയിൽ 9 പേജുകൾ സെക്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീയിൽ 8 പേജുകൾ സെക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. മഹിളാരത്നത്തിൽ 4 പേജുകൾ സെക്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോ, വനിതയിൽ 3 പേജുകൾ സെക്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോ, സ്നേഹധീരത്തിൽ 2 പേജുകൾ സെക്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഗ്രഹലക്ഷ്മിയിൽ 1 പേജ് സെക്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്നെ പിഴപ്പിക്കാൻ പലരും ലോകത്ത് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരി, നീ ഒന്ന് നന്നാകുമോ? നീ സാലിഹത്തായവരിൽ പെട്ടുപോകുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ 3 ഹദീസോട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. എന്താണ് പ്രവാചകർ പറഞ്ഞത്? ഇദാ ഹറബത്തിൽ ബൈത്ത് മർഅത്തു മിൻ ബൈത്തി സൗജിഹാ, കല്യാണം കഴിഞ്ഞ സഹോദരി, നിനക്കൊരുപാട് ബാധ്യതകളും ബന്ധങ്ങളും ഉണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയില്ല. ഒരു സ്വാലിഹത്തായ പെണ്ണാരാണെന്നറിയാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഏതെങ്കിലും പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ ലം തുഖ്ബൽ ലഹാ സ്വലാത്ത്, ആ
പെണ്ണിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കപ്പെടില്ല. ഹത്താ തർജിഅ, അവൾ മടങ്ങി വരുന്നത് വരെ. വതളഉ യദഹാ ഫീ യദിഹി, വന്നിട്ട് ഭർത്താവിനൊരു ഷെയ്ഖാൻഡ് ചെയ്യുന്നത് വരെ പെണ്ണേ നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കപ്പെടില്ല. വഇന്നൽ മർഅത ഇദാ സല്ലത്ത്, എന്റെ വേള കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഫഇന്നൽ മർഅത ഇദാ സല്ലത്ത്, ഒരു പെണ്ണ് നിസ്കരിച്ചു, വലം തദഇ ലിസൗജിഹാ, ആ പെണ്ണിന്റെ ഭർത്താവിന് ദുആ ചെയ്തിട്ടില്ല. പെണ്ണേ നിന്റെ ഉപ്പാക്ക് നീ ദുആ ചെയ്തു, നിന്റെ ഉമ്മാക്ക് നീ ദുആ ചെയ്തു, നിന്റെ ആങ്ങൾക്ക് നീ ദുആ ചെയ്തു, നിന്റെ കാരണവന് നീ ദുആ ചെയ്തു, നിന്റെ മക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്തു, നിന്റെ ഭർത്താവിന് നീ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? റുദ്ദത് അലൈഹ സലാത്തുഹാ, അവിടെ നിസ്കാരത്തെ അല്ലാഹു മടക്കപ്പെടുന്നതാണ്. ഹത്താ തദഉ ലിസൗജിഹാ, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്നത് വരെ. അതുകൊണ്ട് ഭർത്താവിന്റെ ദുആ ചെയ്യാത്ത ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഇനിയും കേട്ടോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹഖ്ഖു സൗജി അൽ മർഅത്തി, ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ മേലുള്ള ബാധ്യതകൾ എന്താണ് നബിയെ, ഹഖ് എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അല്ലാ തംനഅ നഫ്സഹാ, പെണ്ണേ നീ നിന്റെ ശരീരത്തെ തടയാതിരിക്കലാണ്. വലൂ കാനത്ത് അലാ ലഹുരി ഖതബ്, നീ ഒരു അടുപ്പിന്റെ അടുത്താണുള്ളത്, ഭർത്താവ് നിന്നെ ക്ഷണിച്ചു വിരിപ്പറയിലേക്ക്, നീ എങ്ങാനും എനിക്കിപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലാ തസൂമ ഇല്ലാ ബിഇദ്നിഹി ഇല്ലാ റമളാൻ, റമളാൻ മാസത്തെ നോമ്പല്ലാത്ത മറ്റു സുന്നത്ത് നോമ്പുകള് നീ ഭർത്താവിന്റെ സമ്മതമില്ലാതെ നോറ്റു കഴിഞ്ഞാൽ, വലാ തഖ്റുജു ഇല്ലാ ബിഇദ്നിഹി, അതേ നീ അനുവാദമില്ലാതെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീട്ടുന്ന പോയാൽ, ഫൈൻ ഖറജത് ലിനഫ്സിഹാ, പെണ്ണേ നീ ഒറ്റക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ലഅനതുഹൽ മലായികതുർ റഹ്മ, റഹ്മത്തിന്റെ മലക്കുകൾ നിന്നെ ശപിക്കുന്നതാണ്. വമലായികത്തുൽ അദാബ്, അദാബിന്റെ മലക്ക് നിന്നെ ശപിക്കുന്നതാണ്. ഹത്താ തർജിഅ, നീ മടങ്ങി വരുന്നത് വരെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, ഒരു സ്വാലിഹത്തായ പെണ്ണാകാൻ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണാകാൻ. കണ്ടില്ലേ നിങ്ങള്, ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാകണ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള എനിക്ക് കാണണം. അതല്ലല്ലോ പെണ്ണെ നീ ഇന്ന് ആഗ്രഹിക്കുന്നത്. നിനക്കൊന്ന് മോഡലാകണ, നിനക്കൊന്ന് സ്റ്റൈലാകണ, നിനക്കൊന്ന് സ്നോയാകണ, നിനക്കൊന്ന് കാർഗേളാകണ, അങ്ങനെ നിനക്ക് നായികയും നർത്തകിയുമാകണ. അങ്ങനെ ഈ പരിഷ്കാരത്തിന്റെ പ്രതീസയിൽ കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്ന യൂറോപ്യന്റെ തന്ത്രമാണ്, യൂറോപ്യന്റെ തന്ത്രമാണ്. പെർഫ്യൂമുകളും അതുപോലെ ക്രീമുകളും പെണ്ണെ നീ പുരട്ടിയിട്ട് ഒരു മാതാമയെ പോലെയായി ബിസിനസ്സിൽ കൊടുത്തു കൂട്ടാൻ ആഗ്രഹിക്കുമ്പോ നിനക്കറിയുമോ, ഉഹുദ് യുദ്ധരണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് പൊട്ടിപ്പോയില്ലേ? അവിടുത്തെ ചുണ്ടിൽ നിന്ന് ചോര വന്നപ്പോൾ ഒരു കിംവദന്തി പറഞ്ഞില്ലേ, ഇന്നീ ഖതൽതു മുഹമ്മദ, ഒരു മുനാഫിഖുകാരൻ വിളിച്ചു പറഞ്ഞു, മുഹമ്മദിനെ ഞാൻ വധിച്ചു എന്ന്. ആ വാർത്ത ഇതാ ദൂരെ നിന്നൊരു പെണ്ണ് കേൾക്കുന്നു. പെണ്ണിന് സമാധാനമില്ലാതെ ചെറിയ കൂരയിൽ നിന്ന് പെണ്ണ് ഓടി വരികയാ. ഉഹുദ് യുദ്ധരണാങ്കണത്തിലേക്ക് കടന്നു വന്ന പെണ്ണ് ചോരയിൽ കുളിച്ച മനുഷ്യന്മാരെ കാണുന്നു, കാലിട്ടടിക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോ ഓടി വന്ന പെണ്ണോട് പറഞ്ഞു, പെണ്ണേ ഈ കിടക്കുന്നത് ആരാണെന്നറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് കിടക്കുന്നത്. പെണ്ണ്, ഞാൻ എന്റെ ഭർത്താവിനെ കാണാനല്ല വന്നത്. പെണ്ണെ നിന്റെ ഉപ്പയാ
കിടക്കുന്നത്. ഞാൻ എന്റെ ഉപ്പാറെ കാണാനല്ല വന്നത് പെണ്ണെ, നിന്റെ ആങ്ങളയായി ഇവിടെ കിടക്കുന്നത്. ഞാൻ എന്റെ ആങ്ങളയെ കാണാനല്ല വന്നത്. എന്റെ ഹബീബ് എവിടെ, എന്റെ ഷഫീ എവിടെ, എന്റെ നേതാവ് എവിടെ, എന്റെ റസൂൽ എവിടെ എന്ന് പറഞ്ഞിട്ട് ഓടുകയോട് നബിയേ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് പെണ്ണ് ശ്വാസം വിട്ടതെങ്കിൽ അങ്ങനെ പ്രവാചക സ്നേഹികളാകുന്ന സഹോദരിയാകാൻ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഇവിടെ നടക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാകാൻ, ഭർത്താവിന്റെ ഏത് വിഷമങ്ങളോ മാറ്റിവെക്കാൻ കഴിയുന്ന പെണ്ണാകണം. ഞാൻ കിട്ടുകയില്ല. ഇതാ ഭർത്താവ് നിന്നിലേക്ക് നോക്കിയാൽ നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം. പണി കഴിഞ്ഞ് അധ്വാനിച്ച് രാത്രി വരുന്ന ഭർത്താവിന് വാതിൽ തുറന്നു കൊടുക്കേണ്ടത് പെണ്ണെ നിന്റെ മകളല്ല, ഭാര്യയാണ് വാതിൽ തുറന്നു കൊടുക്കേണ്ടത്. അങ്ങനെ നിന്നെ കണ്ടാൽ അവന്റെ മനസ്സിന്റെ ദുഃഖം നീങ്ങണം, അവനെ നിനക്ക് സ്വീകരിക്കാൻ കഴിയണം. അതിന് നീ ഒരു സ്വാലിഹത്തായ പെണ്ണായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കള് സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. പെൺമക്കളെ സ്നേഹിക്കാൻ, പെൺമക്കളെ സ്നേഹിക്കാൻ, പാവപ്പെട്ട ഗൾഫുകാരന്റെ ഭാര്യയുടെ വിഷമങ്ങൾ അറിയാൻ, അവളെ മോഹിക്കാതിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. നാളെ രാവിലെ എനിക്ക് പെരിന്തൽമണ്ണയിലേക്ക് നാളെയും മറ്റന്നാളും 10,000-ഓളം വരുന്ന ആളുകൾ സംഘടിക്കും എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ നാളെയും മറ്റന്നാളും പെരിന്തൽമണ്ണയിലെ ശിഹാബ് നഗറിൽ പാഴേലി മൈതാനത്ത് 2 ദിവസത്തെ വയലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പരിപാടിയായിരുന്നു. നിങ്ങളൊക്കെ ആ പരിപാടി വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉണർത്തുന്നു. ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ തൗഫീഖ് ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. കാരണം എല്ലായിടത്തും പ്രസംഗിക്കുന്ന പോലെ, കാരണം എന്റെ മുമ്പിലുള്ള എന്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ പ്രിയപ്പെട്ട മറ്റുള്ള സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കേണ്ടതുപോലെ അല്ല എനിക്കിവിടെ പ്രസംഗിക്കാൻ കഴിയുന്നത്. കാരണം വളരെ അതബോടും വളരെ സ്നേഹത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലേക്ക് വരുവാൻ, പ്രിയപ്പെട്ടവരെ, എത്രയായാൽ ഈ നാടുമായിട്ടുള്ള ബന്ധം, പല ആളും പറയാറുണ്ട് നിങ്ങൾ പേര് മാറ്റി അബ്ദുൽ അസീസ് അഷ്റഫി പാണത്തൂർ എന്ന് മാറ്റിക്കൂടെ? സ്ഥലത്തിന്റെ പേരൂടെ ഞാൻ എന്റെ വളർന്നു വന്ന നാടാണ്, ആ നാടിന്റെ പേര് എനിക്ക് മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും പോകരുത്, എല്ലാവരും ദുആയിൽ പങ്കെടുക്കണം. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ കൊടുത്തുമാറാവണം. വിടുന്നതിന് മുമ്പ് അവന്റെ ദോഷങ്ങൾ പൊറുക്കുന്ന മാത്രമല്ല, ഇന്ന് കണ്ടവരെ നമുക്ക് നാളെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും മുസാഫത്ത് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുക. ഇന്ന് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് വക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായി എല്ലാവരും സദഖ ചെയ്യണം. ലോകത്തിന്റെ നേതാവ് ശഫീഉനാ റസൂലുള്ളാഹി, ആ പ്രവാചകനെ സ്വലാത്ത് ചൊല്ലി എന്റെ പ്രിയപ്പെട്ട എല്ലാവരും മുസാഫ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആയിൽ പങ്കെടുക്കണം. എല്ലാവരും ഒന്ന് അടുക്കലേക്ക് വരിക. അല്ലാഹു അനുഗ്രഹിക്കണം. എല്ലാവരും അടുക്കലേക്ക് വരിക. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളോട് ഉപദേശിക്കേണ്ട അർഹത എനിക്കില്ല എന്ന് ഉണർത്തുന്നു. അതുകൊണ്ട് എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ മുഹമ്മദ് ഉസ്താദിന്റെ മോനാണ്. അതുകൊണ്ട് എല്ലാവരും മുസാഫത്ത് ചെയ്തോ. നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ഭാഗ്യം നൽകട്ടെ. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഉസ്താദിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കണം. നമ്മളെ മുഹമ്മദ് ഉസ്താദിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ വേണ്ടി ഇരിക്കണം. എല്ലാവരും മുസാഫത്ത് ചെയ്ത് സ്റ്റേജിൽ തന്നെ ഇരിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ആരും പോകല്ല, നമ്മുടെ ഉസ്താദിന്റെ മോനല്ലേ. എല്ലാ സ്റ്റേജിൽ ഇരുന്നിട്ട് ദുആ കഴിഞ്ഞിട്ടേ പോയിക്കോളൂ. എല്ലാവരും ഇരിക്കണം, പോയല്ല പോയിക്കൂടാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളെ ഉസ്താദിന്റെ മോനല്ലേ, നമ്മളെ നാട്ടിൽ കുറെ കൊല്ലം സേവനം ചെയ്തതല്ലേ. ഉസ്താദിന്റെ മോൻ ദ്വാരിക്കുമ്പോ ആയില്ലേ, കുറെ കൊല്ലം നമ്മളെ നാട്ടിൽ വേണ്ടി കുറെ കുട്ടികളെ പഠിപ്പിച്ചതല്ലേ എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും ഉസ്താദിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മോൻ ദ്വാരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറയുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും പോയല്ല, കഴിഞ്ഞിട്ട് പോയാൽ മതി. നമ്മുടെ ഉസ്താദിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവരും സ്റ്റേജിൽ തന്നെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദിന്റെ പൊരുത്തത്തിനോടൊപ്പം തന്നെയാണ് നമ്മൾ 4-5 ദിവസം കൊടുക്കുന്ന ശ്രോതാക്കന്മാരുടെ അവസരത്തിലാണ് ഇരിക്കുന്നത്. ഇത് എല്ലാവർക്കും കിട്ടാണ്. നമ്മൾക്ക് കിട്ടിയ പോലത്തെ ഭാഗ്യം ശ്രോതാക്കന്മാർക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് ശ്രോതാക്കന്മാർ ചുട്ട മണ്ണാണ്. നിങ്ങൾ എല്ലാവരും ഉസ്താദിന്റെ മുൻപായിരിക്കും കഴിഞ്ഞിട്ട് പോയാൽ മതി. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الرحمن جل جلاله عظيما رب സാധുക്കളായ നമ്മളുയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണം അല്ലാഹ്. ഒരു ചെറുതും വലുതുമായ സർവദോഷങ്ങളും നീ വിട്ടുപുറത്ത് അപവാക്കണം അല്ലാഹ്. ദീനിയായി ജീവിച്ച് ദീനിയായി മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ നിങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ അവതാരം കൊണ്ട് സ്വർഗ്ഗം നിർബന്ധമാക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ അവതാരം കൊണ്ട് നരകം നിഷിദ്ധമാക്കണം അല്ലാഹ്. സ്വർഗത്തിന്റെ മൂലയിൽ 1 ഇഞ്ച് സ്ഥലമെങ്കിലും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ കത്തിക്കാണുന്ന ഭയാനകരമായ ഭയവിഹലമായ നരകാഗ്നി ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണിക്കല്ല അല്ലാഹ്. അർഹമർ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, വിവരം കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ് അല്ലാഹ്. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാരഥന്മാരുടെ വറക്കത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളുടെ വറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ കരങ്ങളെ നീ സ്വീകരിക്കണമല്ല. ഞങ്ങളെ നീ പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ ദ്വാരി ചുരുട്ട് വലിച്ചെറിയല്ല അല്ലാഹ്. അല്ലാഹുവിനോട് ചോദിക്കാൻ അർഹതയില്ല അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ആയുസ്സിനേക്കാൾ നീ ഞങ്ങൾക്ക് നൽകിയ സെക്കൻഡുകളെക്കാൾ, മണിക്കൂറുകളെക്കാൾ, ദിവസങ്ങളെക്കാൾ ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തു പോയല്ല. ഇന്ന് ദർബാറിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണമല്ല. അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കണമല്ല, നന്നാക്കണമല്ല. അല്ലാഹുവേ കത്തിക്കാറുന്ന ഭയാനകരമായ ഭയവികലമായ നരാകാഗ്നി കൊണ്ട് കാലിപ്പടിച്ച് മുദ്രയിട്ട കണ്ണുകൾ കൽപ്പൂർത്തി അല്ലാഹ് വിളിച്ചുകൊണ്ട് മരിക്കുന്ന മരണം നീ നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ നീ നിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നോക്കണേ അല്ലാഹ്. അല്ലാഹ് നീ വളവിന്റെ നോട്ടം കൊണ്ട് നോക്കല്ല അല്ലാഹ്. ഉറപ്പ് സെക്കൻഡ് നീ എങ്ങാറ് വളവിന്റെ നോട്ടം കൊണ്ട് നോക്കിയാൽ ഞങ്ങൾ ഭസ്മമാണ് അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിഷ്കളങ്കരായ നിർമ്മലരായ നിഷ്കപടരായ എത്രയോ കുഞ്ഞുമക്കളുണ്ട്. അല്ലാഹുവേ നീ കൊണ്ട് നിങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മുത്തഖീങ്ങളുടെ ആമീൻ കൊണ്ട് ഞങ്ങളെ ദുആ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ മാനസികമായി തളർന്നു പോയവർ,
ശാരീരികമായി തകർന്നു പോയവര്, സാമ്പത്തികമായി തകർന്നു പോയവര് അല്ലാ ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. ഈ പരിഹാര മാർഗം നൽകണേ അല്ലാ, പരിഹാര മാർഗം നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഞങ്ങളുടെ ഉപ്പയുടെ, ഉമ്മയുടെ, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ, സഹോദരന്മാരുടെ, സഹോദരിമാരുടെ അവർ നീ സ്വർഗമാക്കണം അല്ലാ. ഈ സദസ്സിൽ കയറുവാൻ രണ്ടക്ഷരം പറയുവാൻ എനിക്ക് വേണ്ടി അധ്വാനിച്ച, എന്നെ ഇസ്ലാമിക ഒരു പ്രവർത്തകനാകാൻ വേണ്ടി കഷ്ടപ്പെട്ട നിങ്ങളുടെയൊക്കെ ജീവന്റെ ജീവനായ, നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ കത്ത് സൂക്ഷിപ്പ് മുത്തായ എന്റെ പ്രിയപ്പെട്ട വന്യപിതാവ് അല്ലാഹുവിന്റെ ഖബർ നീ സ്വർഗമാക്കണമല്ലോ, സ്വർഗമാക്കണമല്ലോ. അല്ലാഹുവേ എന്റെ പഠനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലാഹുവേ, എന്റെ സുഹൃത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുൽ കരീം അല്ലാഹുവേ, ഇവിടെ വെച്ച് എന്റെ പ്രഭാഷണം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. നിർബന്ധമായും ഈ പ്രഭാഷണത്തിൽ പങ്കെടുക്കണമെന്ന് മരണത്തിന്റെ മുമ്പ് കുറിച്ച് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാ ജീവിച്ചു തീരുന്നതിന് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയി. ഒരുപാട് വർഷക്കാലം വേദന സഹിച്ച് ജീവിച്ച് അവസാനം ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് വിട പറഞ്ഞു പോയ അബ്ദുൽ കരീമിന്റെ ഖബറിൽ സ്വർഗമാക്കി കൊടുക്കണമല്ല. അതുപോലെ എത്രയോ ചെറുപ്പക്കാരുടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, എത്രയോ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയൊക്കെ പേര് പറയാൻ എനിക്ക് ഈ സമയമില്ല, പേരറിയാത്തവരുമുണ്ട്. അല്ലാ ഖബർ നീ സ്വർഗമാക്കണം അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗം നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ തലവേദന ട്യൂമറാക്കല്ല അല്ലാ. ഈ പ്രഷർ വന്ന് കണ്ണിന്റെ കാഴ്ച പോകുന്ന രോഗം നൽകല്ല അല്ലാ. രക്തം തുപ്പുന്ന രോഗം നൽകല്ല അല്ലാ. വായുവിന്റെ രോഗം നൽകല്ല അല്ലാ. കരൾ വീക്കം നൽകല്ല അല്ലാ. ഉദര രോഗം നൽകല്ല അല്ലാ. രണ്ട് കിഡ്നി തകരുന്ന രോഗം നൽകല്ല അല്ലാ. കൈകാലുകൾ വീർത്തുപോകുന്ന രോഗം നൽകല്ല അല്ലാ. കിടന്ന കിടപ്പിൽ കാട്ടിച്ചു പോകുന്ന രോഗം നൽകല്ല അല്ലാ. മൂത്രമടിച്ചു പോകുന്ന രോഗം നൽകല്ല അല്ലാ. അല്ലാഹുവേ ഭാര്യ വെറുക്കുന്ന രോഗം നൽകല്ല അല്ലാ. ജനങ്ങൾ വെറുക്കുന്ന രോഗം നൽകല്ല അല്ലാ. വീടും പറമ്പും വിറ്റുപോകുന്ന രോഗം നൽകല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളു തുറന്ന് നിന്നോട് ചോദിക്കുന്നു അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കടകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. യൂറോസിന്റെ പരിപാടിയുമായി കഷ്ടപ്പെട്ട എത്രയോ ചെറുപ്പക്കാരുടെ റഹ്മാനെ അവർക്ക് നീ അതിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ ഭാഗ്യന്മാരാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ആകാശത്ത് നിന്ന് അദാബ് ഇറക്കല്ല അല്ലാ. ഭൂമിയിൽ നിന്ന് അദാബ് ഇറക്കല്ല അല്ലാ. സമുദ്രത്തിൽ നിന്ന് അദാബ് ഇറക്കല്ല അല്ലാ. അല്ലാഹുവേ സൗദിയിൽ 1 ലക്ഷത്തോളം വരുന്ന മലയാളികൾ സ്വദേശവൽക്കരണത്തിന്റെ പിടിയിലാണ് അല്ലാ. അവർക്ക് നീ നല്ല സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഗൾഫ് രക്ഷിക്കുന്നൊരവസ്ഥ നീ എത്തിക്കല്ല അല്ലാ. അല്ലാഹുവിടെ കാണുന്ന മദ്രസകളും മസ്ജിദുകളും ഇവിടെ കാണുന്ന നന്മകളും സമ്പത്തുകളും അല്ലാഹു ഒരുപാട് ഗൾഫ് സുഹൃത്തുക്കള് കണ്ണപ്പാടത്ത് കുറയോളം പണിയെടുക്കുന്ന ഗൾഫ് സുഹൃത്തുക്കള് അല്ലാ അവരിൽ നീ ബറക്കത്ത് കൊടുക്കണയല്ല. അല്ലാഹുവേ നാട്ടിൽ തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവരിൽ നീ ബറക്കത്ത് കൊടുക്കണയല്ല. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണേയല്ല. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണേയല്ല. അല്ലാഹുവേ കർത്താവിന്റെ ചാരിത്രം പകരാക്കളിയാൽ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ സ്വപ്നം നീ സാക്ഷാത്കരിക്കണമല്ല. അവർക്ക് സ്വാധീനങ്ങളായ ഭർത്താക്കന്മാരെ കൊടുക്കണമല്ല. അല്ലാഹുവേ നമ്മുടെ ചെറുപ്പക്കാരെ നീ നന്നാക്കണയല്ല. അവരുടെ ദീനിന്റെ ഹാദിമീങ്ങളാക്കണയല്ല.
ഓരോ ചുവടും റബ്ബേ നിന്റെ ദീനിന് വേണ്ടി മുന്നോട്ട് വെക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണയല്ല. അല്ലാ ഞങ്ങളുടെ നാട്ടിൽ നീ ഐക്യം പ്രകാരം ചെയ്യണമെന്നല്ല. അല്ലാഹുവേ രാഷ്ട്രീയത്തിന്റെ പേരില് സംഘടനയുടെ പേരില് അല്ലാഹുവേ തമ്മിൽ തല്ലി മരിക്കുന്നവരാക്കല്ല. പട്ടുനൂലിൽ കോർത്തിണക്കപ്പെട്ട മുത്തുകളെ പോലെ ഈ നാടിന്റെ പുരോഗതിക്ക, മദ്രസയുടെ പുരോഗതിക്ക, പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടി തോളോടുണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളാക്കണയല്ല. അല്ലാഹുവേ ഈ മഹത്തായ പള്ളിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട് അല്ല, അവരൊക്കെ നിങ്ങളോട് വിട പറഞ്ഞു പോയവരുണ്ട് അല്ല. അവിടെ കബറ് നീ സ്വർഗമാക്കണം അല്ല. അല്ലാഹുവേ ഒരുപാട് സുഹൃത്തുക്കള് ഈ മസ്ജിദിന് വേണ്ടി ത്യാഗം ചെയ്തവരുണ്ട് അല്ല. അവരുടെ വീരത്തിന്റെ ഗന്ധങ്ങള് ഈ മസ്ജിദില് മദ്രസയില് നാട്ടിലെ പുരോഗതിയിലുണ്ട് അല്ല. അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണയല്ല. അല്ലാഹുവേ ഞങ്ങളുടെ കബറ് നീ വിശാലമാക്കി തരണമല്ല. ഞങ്ങളെ മരിച്ചാല് വമ്പിച്ച ജലാവലൂരിക്കടയല്ല. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണം നൽകല്ല അല്ല, അത്താക്ക് മരണം നൽകല്ല അല്ല. ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളും ബാധകളുമുണ്ട് റബ്ബേ, അത് തീരുന്നതിന് മുമ്പ് ഞങ്ങളെ വരുപ്പിക്കല്ല അല്ല. അല്ലാഹുവേ ആക്സിഡന്റിൽ പെടുത്തല്ല അല്ല. ഞങ്ങളുടെ ഒരുപാട് ചെറുപ്പക്കാര് ബൈക്ക് യാത്രക്കാരാണ് അല്ല. അല്ലാഹുവേ അവർ ആക്സിഡന്റിൽ പെടുത്തല്ല അല്ല. അല്ലാഹുവേ നടുറോഡിൽ ചതഞ്ഞു വരിക്കുന്നവരാകല്ല അല്ല. പടച്ചവരെ ഞങ്ങൾ പുറത്തുറത്ത് യാത്ര ചെയ്യുന്നവരാണ് അല്ല. യാത്രക്ക് നീ തിരിച്ചു മടങ്ങി വരാനുള്ള ഭാഗ്യം നൽകണയല്ല. അല്ലാഹുവേ ഞങ്ങളെ നീ എവിടെയെങ്കിലും വെച്ച് ഭരിപ്പിക്കല്ല അല്ല. രാഷ്ട്രവാദത്തിന് വിധേയമാക്കല്ല അല്ല. ചോറ് സൂക്ഷിക്കുന്ന മയ്യത്താക്കല്ല അല്ല. തീ പിടിച്ചു മരിക്കുന്ന മയ്യത്താക്കല്ല അല്ല. ആളെ തിരിച്ചറിയാതെ പുഷ്പശാലത്തിൽ മറവ് ചെയ്യുന്ന മയ്യത്താക്കല്ല അല്ല. ദുരൂഹ സാഹചര്യത്തിൽ മറവ് ചെയ്യപ്പെട്ട മയ്യത്ത് വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ എത്തിക്കല്ല അല്ല. അല്ലാഹുവേ അജ്ഞാത ജനമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്ന മയ്യത്താക്കല്ല അല്ല. കടുകന്മാർ കൊത്തി വിളിക്കുന്ന മയ്യത്താക്കല്ല അല്ല. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണേ അല്ല. അല്ലാഹുവേ അല്ലാഹുവേ ഇരുളുകൊണ്ട് കൂടപ്പെട്ട ഇടുങ്ങിയ കബറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി കിടത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇവിടെ കവിള് മണ്ണ് വായിച്ചേരുന്നൊരു ദിവസമുണ്ടല്ലോ. അല്ലാ ഞങ്ങളെ കബറും നേരം നീ വിശാലമാക്കി തരണയല്ല. ഞങ്ങൾ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെ കബറ് നീ വിശാലമാക്കി തരണയല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്, ഉപ്പാതെ വിളിച്ച് കുടിതീരാത്ത മക്കള്. അവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ കൊണ്ടുപോകല്ല അല്ല. ഞങ്ങളുടെ മക്കളെ എത്തി മക്കളാക്കല്ല അല്ല. മറ്റുള്ളവരുടെ കറുത്ത മുഖം കണ്ട് ജീവിക്കേണ്ട അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകല്ല അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവരെയും കൊണ്ടുപോകല്ല അല്ല. അല്ലാഹുവേ എത്രയോ ചെറുപ്പക്കാര് മരണപ്പെട്ടു പോകുമ്പോ 3 വയസ്സുള്ള കുഞ്ഞുമോള് കഫൻ ചെയ്ത് കിടത്തി ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്തുനിന്ന് പൊട്ടിച്ചിരിക്കുകയാ. തന്റെ ഉപ്പ മരിച്ചെന്നറിയാതെ ഉപ്പാന്റെ മയ്യത്ത് കബർസ്ഥാന്റെ മയ്യത്ത് കട്ടിപ്പാന്റെ മയ്യത്തും കട്ടിൽ വെക്കുമ്പോ കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ പൊട്ടിച്ചിരിക്കുന്ന 3 വയസ്സുകാരൻ അതേ 2 3 ദിവസം കഴിയുമ്പോ ഇട്ടിരുന്ന ഉമ്മാന്റെ വസ്ത്രം പിടിച്ചു വലിച്ചിട്ടോ ഉമ്മാ പാപ്പയുടെ പറഞ്ഞുകൊണ്ട് എടുക്കേണ്ട വാപ്പാരെ കാണിക്കണം എന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞ് എത്രയോ കുഞ്ഞുമക്കളുണ്ട്, അവരെ സാധനപ്പെടുത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ വിധവകളുണ്ട്. അങ്ങനത്തെ അവസ്ഥ നീ ഞങ്ങളുടെ ഭാര്യമാർക്ക് നൽകല്ല അല്ല, ഞങ്ങളുടെ പെങ്ങന്മാർക്ക് നൽകല്ല അല്ല. അതിവരോട് വിളിക്കാറ് അതുപോലെ മക്കളെ തലോഹിക്കാറ് അവരുടെ സ്നേഹം കിട്ടാനും നീ തൗഫീഖ് നൽകണയല്ല. അന്നാ നമ്മുടെ മക്കളെ നീ താങ്ങും തമിഴുമാക്കണേയല്ല. ഉമ്മാനെ മർദ്ദിക്കുന്ന മക്കളാക്കല്ല. 9 മാസക്കാലം വയറ്റിലിട്ട് ഉമ്മാന്റെ വയറ്റിട്ട് ചവിട്ടുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകി പരീക്ഷിക്കല്ല. കുടുംബം തൊണ്ടികളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ല.
മാർക്കസ് തകർക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹുവേ. നാല് ശുഹദാക്കളുടെ ചാരത്ത് ഒരുമിച്ചുകൂടാ അല്ലാഹുവേ. അടുത്ത വർഷം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഈ പ്രഭാഷണം നടത്തുന്ന അസ്റഫിയുടെ കാര്യം അറിയില്ല. ഇവിടെ ഒരുമിച്ചുകൂടി ഒരുപാട് പിതാക്കള്, ഒരുപാട് എന്റെ കൂട്ടുകാര്, ഒരുപാട് ചെറുപ്പക്കാര്, ഒരുപാട് സഹോദരിമാര്, ഒരുപാട് അമ്മമാര് അടുത്ത വർഷമാകുമ്പോഴേക്ക് എവിടെയാണെന്നറിയില്ല. എന്നാ എവിടെയായാലും നീ ഞങ്ങളെ തൗഹീദ് ഉച്ചരിച്ച് വരിപ്പിക്കണേ അല്ല, തൗഹീദ് ഉച്ചരിച്ച് വരിപ്പിക്കണേ അല്ല, തൗഹീദ് ഉച്ചരിപ്പിച്ച് വരിപ്പിക്കണേ അല്ല. അല്ലാ ഇത് ആ അവസാനം നിന്നോട് ചോദിക്കുകയാണ് അല്ല. അല്ലാ നീ ഞങ്ങൾക്ക് 2 കണ്ണ് തന്നു റബ്ബേ. ആ കണ്ണുകൊണ്ട് ഞങ്ങൾ ഉപ്പനെ കണ്ടു, ഉമ്മനെ കണ്ടു, ഭാര്യയെ കണ്ടു, മക്കളെ കണ്ടു. അല്ലാ ഞങ്ങളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, ജീവന്റെ ജീവനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, മഹ്ബൂബേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഷഫീഅേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ നെഞ്ചകമായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കപ്പനോലയുടെ മർമ്മരം കേട്ടുകൊണ്ട് കുബ്ബത്തുൽ ഖമറായി അത്യവിഷമം കൊള്ളുന്ന യാ സയ്യിദി യാ റസൂലല്ലാഹ്, യാ സയ്യിദി യാ റസൂലല്ലാഹ്, യാ സയ്യിദി യാ റസൂലല്ലാഹ്. അങ്ങനെ കാണാൻ ഭാഗ്യമുള്ള കണ്ണാക്കണം അല്ലാഹ്. അല്ലാഹ് അവസാന സമയത്ത് ഞങ്ങളെ ഹബീബിനെ കാണാൻ ഭാഗ്യമില്ലാത്ത കണ്ണാക്കല്ല റബ്ബേ. ഞങ്ങളെ ഹബീബിനെ ഒന്ന് കാണിച്ചു തരണയല്ല. എല്ലാ സദസ്സിലും വെച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാ ഞങ്ങളെ ഹബീബിനെ കാണാതെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഹബീബിനെ കാണാതെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ലക്ഷദ്വീപിന് വാഴുന്നു പോയ സമയത്ത് ഞാൻ എനിക്കവർ പ്രത്യേകമായി നൽകിയ റൂമിൽ വെച്ചുകൊണ്ട് കിതാബ് മുതആല ചെയ്യുമ്പോ, കിതാബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അയാൾ ഒരു ചെറിയ മനുഷ്യനാ, തലയിൽ പൊത്തിവെച്ചിട്ടുണ്ട്, ചെറിയ താടിയുണ്ട്, കണ്ണട വെച്ചിട്ടുണ്ട്. അയാൾ വരുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിന്റെ ഒരാളെയും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. എനിക്ക് വാതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ നോക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനറിയാതെ വന്ന് വാതിന് മുട്ടി. ഞാൻ പെട്ടെന്ന് തുറന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് 100 തന്നോട് പറഞ്ഞു, ഉസ്താദേ എന്നെ ഒന്ന് ദുആ ചെയ്യണം, എന്റെ തലയിലൊന്ന് കൈവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ലോ എന്ന് കരുതി ഞാൻ മന്ത്രിക്കാരൊരുങ്ങുമ്പോഴാ അയാൾ എന്നോട് പറയുന്നു, ഉസ്താദേ ഞാൻ എന്റെ ഹബീബിനെ കണ്ടു, ഞാൻ റസൂലിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ സ്റ്റക്കായി നിന്നിട്ട് പറഞ്ഞു, നിങ്ങളാ എനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഉസ്താദേ ഞാനൊരു സ്കൂൾ മാഷ, ഞാനൊരു സ്കൂൾ ടീച്ചറാ, എന്റെ കയ്യിൽ വല്ലാത്തൊരു ആകത്തടമ്പ് പോലോട്ട് വികൃതമായ അടയാളമുണ്ടായിരുന്നു. ചോക്കിടത്ത് ബോട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇവിടെയാ. എനിക്ക് വല്ലാത്ത മാനസികമായ വിഷമം വന്നുപോയി. എന്ത് ചെയ്യാനാ? അല്ലാഹുവിന്റെ ഹബീബിനെ ഓർത്തു. എന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തിനല്ലി 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 രാവിലെയും വൈകുന്നേരവും രാത്രി സ്വലാത്തിനല്ലി സ്വലാത്തിനല്ലി ഒരു പ്രാന്തനെ പോലെ ഞാനായി. രാത്രിയിലാണ് എന്റെ ഹബീബ് എന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് കൈതരാൻ പറഞ്ഞപ്പോ, എങ്ങനെയാ യാറത്തോളമുള്ള കൈ 10 മിനുസമായ അല്ലാതെ റസൂലിന് കൊടുക്കുന്നത്? മണി കൂടാതെ റസൂൽ കൈ നീട്ടാൻ പറഞ്ഞപ്പോ എന്റെ ഹബീബിന്റെ സുന്ദരമായ കൈകൊണ്ട് എന്റെ അകത്തളമ്പ് തടയുത്ത ഞാൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. വല്ലാത്ത സുഗന്ധമാണ്. എന്റെ കയ്യിൽ തടമ്പ് കാണുന്നില്ല. ഞാൻ അയാളെ മുഖം ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഹബീബിനെ കണ്ട മുഖം, ഹബീബിനെ കണ്ട മനുഷ്യരെ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, എന്റെ ആളുകളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു ദിവസം 100 സ്വലാത്തെങ്കിലോ നിങ്ങളോട് ഞാനൊന്ന് വസിയത്ത് ചെയ്യുകയാ, നിങ്ങളോട് ഉപദേശിക്കുക.
എങ്ങാനും കൊടുക്കലൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഇനിയൊരു ചാൻസ് എനിക്കൂടെ കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് എന്റെ വാല് കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും, എല്ലാ വയസ്സായ ആളുകളോടും, എല്ലാ ഉമ്മമാരോടും ഒരു ദിവസം 100 സ്വലാത്തെങ്കിലോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഹദിറയിലേക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ, ഒരു ഹദിയ ചെയ്യാൻ കഴിയണം വന്ന ഹബീബിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. شفيعنا رسول الله حبيبنا رسول الله تاج الأنبياء نبي محمد رسول الله. قولوا تكبير قولوا تكبير قولوا تكبير. محمد رسول الله محمد رسول الله محمد رسول الله. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഇൻഷാ അല്ലാഹ് എന്നെ ഇവിടെ വിളിക്കുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത സർവർക്കും സർവ്വവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നാളെ കൃത്യം 9 മണിക്ക് തന്നെ